കമ്പ്യൂട്ടർ വിഷൻ്റെ യൂസേജ് ഇവിടെ വരുന്നതുകൊണ്ടാണ് CV2 ഇമ്പോർട്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വിഷൻ അല്ലെങ്കിൽ ഓപ്പൺ CV എന്ന് പറയും. അപ്പോൾ CV2 എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് OCR എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ മുന്നേ ഇത് ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നത് പിപ്പ് ഇൻസ്റ്റാൾ ഈസി OCR എന്ന് പറഞ്ഞിട്ടാണ്. ഓപ്പൺ CV ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ CV പൈത്തൺ, ദെൻ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് മാറ്റ്പ്ലോട്ലിബ്, പാണ്ടാസ് ആൻഡ് നംപൈ. ഇതിൽ ഓൾറെഡി ലൈബ്രറീസ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ കോണ്ട ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ടെർമിനലിൽ പോയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻലൈനായിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ECOCR കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ECOCR എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്പയും പാണ്ടാസും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് OS നമ്മൾ ആ പാത്തിനൊക്കെ സെറ്റ് ചെയ്തായിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് OS ഇമ്പോർട്ട് ചെയ്യുന്നത്. മാറ്റ്പ്ലോട്ലിബ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്. ദെൻ ഇമേജ് പാത്ത് എടുക്കുക. ഇമേജ് പാത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ CVയിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫോൾഡർ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഡൗൺലോഡ് ആയത് ആർച്ചൈവ് 6 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടു. ആൻഡ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ റൂട്ടിലായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഔട്ട്പുട്ട് വന്ന ഇമേജസ് ആണ്. ആദ്യം ഇതൊന്നും ഉണ്ടാവില്ല, പ്രോസസ്ഡ് JPG എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ സേവ് ചെയ്തുകൊണ്ടാണ് പ്രോസസ്ഡ് JPG എന്ന് പറഞ്ഞിട്ട് അവിടെ സേവ് ചെയ്യുന്നത് പുതിയതായിട്ട്. അപ്പോൾ ചില ഇമേജസ് ഇതിലുണ്ടാവില്ല. ദെൻ അതിൻ്റെ പാത്ത് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ്. നേരത്തെ നമുക്ക് സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് വന്ന പോലെ ഇവിടെ ട്രെയിൻ വാൽഡ് ഇമേജസ്, ട്രെയിൻ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് 2 ഫോൾഡേഴ്സാണുള്ളത്. ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇമേജസ് കിടക്കുന്നത്. സോ എല്ലാത്തിലും അങ്ങനെ ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ റാൻഡമായിട്ട് കിടക്കുന്ന ഇമേജസ് ഉണ്ടാവും. നേരത്തെ കുറച്ച് ആൾക്കാരുടെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടാവും. ബട്ട് നമുക്ക് അതിൽ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലോ അത് ഡിറ്റക്റ്റ് ചെയ്തെടുക്കണം. അങ്ങനത്തെ കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ പാത്താണത്. സോ പാത്ത് എങ്ങനെ വരിക? ട്രെയിൻ വാലിഡ് ഇമേജസ്, ട്രെയിൻ ഇമേജസ്, അതിൻ്റെ ഉള്ളിൽ ഫയലിൻ്റെ നെയിം അതേപോലെയാണ് വരിക. ദെൻ പാത്ത് സെറ്റ് ചെയ്തു, അതങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് തന്നെ കൊടുക്കുക. ട്രെയിൻ വാലിഡ് ഇമേജസ്, ട്രെയിൻ ഇമേജസ്. ഇപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒരു ഇമേജ് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നില്ല, ഒരു ഇമേജ് പാസ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ളത്. ദെൻ ഇമേജ് ഈക്വൽ ടു CV2 ഡോട്ട് ഇമേജ് റീഡ്. കമ്പ്യൂട്ടർ വിഷൻ ഓപ്പൺ CVയിൽ യൂസ് ചെയ്താണ് CV2 ഡോട്ട് ഇമേജ് റീഡ്, അതിൻ്റെ ഇമേജിൻ്റെ പാത്ത് എന്ന്. സോ ഈ പാത്തിൽ പോയിട്ട് ഈ ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്തെടുക്കുക. ഓക്കെ, ലോഡാവും. ദെൻ ചെക്ക് വെദർ ഇമേജ് ലോഡഡ്. സോ ഇത് ലോഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ. ഇഫ് ഇമേജ് ഈസ് നോട്ട് പ്രിൻറ്റ് ഇമേജ് നോട്ട് ഫൗണ്ട്. സോ ഈ ഒരു പാത്തിൽ ഈ ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇമേജ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പ്രിൻറ്റ് ഇമേജ് ലോഡഡ് സക്സസ്ഫുള്ളി. സോ ഇമേജ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇമേജ് നോട്ട് ഫൗണ്ട് എന്ന് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇമേജ് ലോഡഡ് സക്സസ്ഫുള്ളി എന്ന്. സോ ഇവിടെ ആ ഒരു പാത്തിൽ ഓൾറെഡി ആ ഒരു ഇമേജ് ഉണ്ട്. സോ ഇമേജ് ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ദെൻ ഇപ്പോൾ ഇമേജ് ലോഡായിട്ടുണ്ട്. അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളൂ, അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ PLT ഡോട്ട് IMShow. ഇത് റീഡ് ചെയ്തേക്കണത് ഓപ്പൺ CVയുടെ ഫോർമാറ്റിലാണ്, കമ്പ്യൂട്ടർ വിഷൻ്റെ ഫോർമാറ്റിലാണ്. കമ്പ്യൂട്ടർ വിഷൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഗ്രീൻ റെഡ് ആ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് PLT എന്നുള്ളതാണ്, മാറ്റ്പ്ലോട്ലിബ് ആണ്. മാറ്റ്പ്ലോട്ലിബിൻ്റെ ഫോർമാറ്റ് RGB ആണ്. അപ്പോൾ നമ്മൾ എന്താണ് PLT ഡോട്ട് ഇമേജ് ഷോ IMShow CV2 ഡോട്ട് കൺവേർട്ട് കളർ. ഈ കളർ കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യേണ്ടത്. എവിടെ പാസ് ചെയ്യണ്ടേ? നമ്മൾ ഇമേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്തുനിന്ന് ലോഡ് ചെയ്ത ഇമേജ് ഇങ്ങോട്ട് CV2 അതൊന്ന് കൺവേർട്ട് ചെയ്യുന്നത് കളറ് BGR ടു RGB. ഓക്കെ, ബ്ലൂ ഗ്രീൻ റെഡ് ടു RGB എന്നുള്ള ഫോർമാറ്റിൽ ലോഡ് ചെയ്തു. ദെൻ PLT ഡോട്ട് ആക്സിസ് ഓഫ്. ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും സൈഡിൽ വരണ്ട, അതുകൊണ്ട് ആക്സിസ് ഓഫ് ചെയ്തു. PLT ഡോട്ട് ഷോ എന്ന് പറയുന്നത്. സോ ആ ഇമേജ് ലോഡ് ചെയ്തു. ഇനി നമ്മൾ ആ ഇമേജിൻ്റെ സൈസ് ചെക്ക് ചെയ്യാണ്. നേരത്തെ നമ്മളെടുത്തത് 150x150 ആയിരുന്നു. ഒരു ഗ്ലേസിയറിൻ്റെ മൗണ്ടൻസിൻ്റെ ഒക്കെ എടുത്തത്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് 576 ഇൻറ്റു 1024 ആൻഡ് 3 ചാനൽസ് ആണ്. 3 ചാനൽസ് ഉണ്ട്, 576.
വിഡ്ത്ത് എന്ന് പറയുന്നത് 1024 പിക്സൽസ്, ഹൈറ്റ് എന്ന് പറയുന്നത് 576. സോ ആദ്യത്തെയാണ് ഹൈറ്റ്, രണ്ടാമത്തെയാണ് വിഡ്ത്ത്, മൂന്നാമത്തെയാണ് ചാനൽസ്. 3 ചാനൽസ് ഉണ്ട്, അപ്പോൾ അതാണ് പാസ് ചെയ്യുന്നത്. ദെൻ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. സോ ഹൈറ്റ് ഈക്വൽ ടു ഇമേജ് ഷേപ്പ് ഓഫ് 0. സോ ഇതിൽ ഫയലിലുള്ള എല്ലാവരും ഈ സൈസ് തന്നെയാണ്. ചിലപ്പോൾ ഡിഫറെൻറ്റ് സൈസ് ആവും തോന്നുന്നു, നോക്കണം, ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം ഒറ്റ സൈസ് ആവണ്ടേ പ്രോസസ് ചെയ്യുമ്പോൾ? ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയില്ല, ഇതിപ്പോൾ ഏത് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഷേപ്പ് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ എല്ലാം പ്രോസസ്ഡ് ആവണം നിർബന്ധമില്ല. അതിൽ എല്ലാം 150 ആയിരുന്നു. ഇപ്പം ഇതിൽ അങ്ങനെ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ റീസൈസ് ചെയ്തിട്ടേ പിന്നെ ചെയ്യുള്ളൂ. അപ്പോൾ റാൻഡം സൈസസ് ആണെന്നുണ്ടെങ്കിലും കൺവേർട്ട് ചെയ്താൽ മതിയല്ലോ. സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിങ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ഒരേ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ചെയ്യാം. സോ ഹൈറ്റ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് ഷേപ്പ് ഓഫ് 0. സോ ഷേപ്പ് ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ 0th ഇൻഡെക്സിൽ കിടക്കുന്ന ഹൈറ്റ് ആണ്, അപ്പോൾ അതിനെ കോൾ ചെയ്യുന്നു 576. വിഡ്ത്ത് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് 1, ഇമേജ് ഡോട്ട് ഷേപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വിഡ്ത്തോടെ പ്രിൻറ്റ് ചെയ്യും. ദെൻ ചാനൽസ്, എത്ര ചാനൽസ് ആണ്, ഷേപ്പ് ഓഫ് 2ലാണ് വരുന്നത്, 0 1 2. അപ്പോൾ 3ലാണ് ചാനൽസ് വരുന്നത്, അതുകൊണ്ട് പ്രിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ റാൻഡം സൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ റീസൈസ് ചെയ്യാന്ന് 800 × 600 എന്ന് ഉള്ള രീതിക്ക് റീസൈസ് ചെയ്യാം. സോ റീസൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു കമ്പ്യൂട്ടർ വിഷൻ ഡോട്ട് റീസൈസ്. റീസൈസ് എന്നുള്ള യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ്. എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഇമേജിൽ, നമ്മുടെ ഒറിജിനൽ ഇമേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ 800 and 600 ഹൈറ്റും വിഡ്ത്തും. ചാനൽസ് ചേഞ്ച് ചെയ്യുന്നില്ല, ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ റീഡ് ആവുകയാണ്. സോ plt.imshow cv2.convert color. ഇതിൻ്റെ നമ്മൾ എഗെയിൻ cv2 യൂസ് ചെയ്തിട്ടുണ്ട്. cv2 യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിടക്കുന്ന ഫോർമാറ്റ് RGB ആണ്. അപ്പോൾ ആ ഒരു RGBന്ന് അഗെയിൻ cv2 റീസൈസ് ചെയ്തപ്പോൾ BGRലോട്ട് പോയി. BGRലോട്ട് പോയപ്പോൾ കൺവേർട്ട് കളർ കൊടുത്തിട്ട് ആ റീസൈസിൽ അപ്ലൈ ചെയ്യുക cv2.color BGR2 RGB എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ plt.axis ഓഫ് plt.show. സോ റീസൈസ് ചെയ്തതാണ് ഇവിടെ ലോഡാവുക. ഓക്കെ, 800 600 പിക്സൽസ്. സോ OCR ഈസ് യൂഷ്വലി ഫാസ്റ്റ് ഓൺ റീസൈസ്ഡ് ഇമേജസ്. അതിൻ്റെ റീസൈസ്ഡ് ഇമേജസിലാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുക, ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്തായിരുന്നേ, ഇതിനെ ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈസിയർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഗ്രേ ഈക്വൽ ടു cv2.convert color image cv2 ആൻഡ് കളർ BGR2 ഗ്രേ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ദെൻ plt.imshow ആ ഗ്രേ എന്നുള്ളത് കോൾ ചെയ്തു ആൻഡ് കളർ മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഇമേജിനെ നല്ല കൺവേർട്ട് ചെയ്ത പോലെ ഇവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ഗ്രേയിലേക്ക്. ദെൻ OCR മെയിൻലി നീഡ് ടെക്സ്റ്റ്. അതിൻ്റെ കളറല്ല, അത് ടെക്സ്റ്റും ആ ഒരു നമ്പേഴ്സും ഒക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ചാനൽസ് ഹെവി ആകുമ്പോൾ കുറച്ചുകൂടി ഹെവി പ്രോസസ്സിങ് വരും, 3 ചാനലൊക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫോക്കസ് ചെയ്തിട്ട് എന്താണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ബൈനറി ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബൈനറി വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, 0 and 1 ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ഇതിലായിരിക്കും. സോ ഗ്രേയിൽ അപ്ലൈ ചെയ്യുക, ബൈനറി ഈക്വൽ ടു cv2.threshold. ഈ വാല്യൂസ് സെറ്റ് ചെയ്യാണ്. ഗ്രേയിൽ നമ്മൾ ആ ഒരു 100 190 എന്ന് പറഞ്ഞിട്ട് എഡ്ജസ് എടുത്തില്ലേ, നമ്മൾ എഡ്ജസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും അതേപോലെ അപ്പോൾ അതേപോലെ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യാണ് ഈ ബൈനറി ത്രഷോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ഗ്രേ ഇമേജിൽ ഈ ഒരു 2 വാല്യൂവിൻ്റെ ഇടയിൽ വരുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. 150 to 255 റേഞ്ചിൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണത് cv2.threshold binary എന്ന് പറഞ്ഞിട്ട്.
ദെൻ plt.image show ആ വാല്യൂസ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ബൈനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് വാല്യൂസ് ആണോ അപ്ലൈ ചെയ്തത് അത് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക. ദെൻ കളർ മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് plt.access off and show എന്ന് പറഞ്ഞിട്ട്. സോ ഇതെന്തായി, ആ ഗ്രേ എന്നുള്ളതിന് ബൈനറി ഫോർമാറ്റിലേക്ക് വന്നു. ബ്ലാക്കും വൈറ്റും മാത്രമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത പാർട്ടൊന്നും വേണ്ട. ഈ ടെക്സ്റ്റുകൾ ആൻഡ് ഈ റീഡിങ്സ് അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം ഇതിൽ കുറേ ഉണ്ട്. വേറെ ഏതെങ്കിലും പിക്ചർ ഉണ്ടാക്കട്ടെ. സോ ഇത് സെപ്പറേറ്റ് ടെക്സ്റ്റ് ഫ്രം ദി ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. കളർ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടോ? അത് ചില ഇമേജസ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ വേറെ നല്ല ഇമേജസ് ഉണ്ടാക്കട്ടെ. കുറേ വരും. എല്ലാം വേറെ വേറെ സൈസാണ്. കൺവേർട്ട് ചെയ്തു റോയൽസ് 60 കുഴപ്പമില്ല. ഓക്കെ, ദിസ് സെപ്പറേറ്റ് ടെക്സ്റ്റ് ഫ്രം ദി ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് അഡാപ്റ്റീവ് ത്രഷോൾഡ് വർക്ക്സ് ബെറ്റർ വെൻ ലൈറ്റിംഗ് ചേഞ്ചസ്. സോ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ചെയ്തു. അഡാപ്റ്റീവ് ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് ഇല്ലേ, അതിനെ ഒന്നുകൂടിയും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്റീവ് ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ആ ഒരു ലൈറ്റിങ് കറക്റ്റ് ചെയ്യണതിനനുസരിച്ചിട്ട് ഈ ഇത് വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് അഡാപ്റ്റീവ് ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഗ്രേ ഇമേജസിലാണ് പാസ് ചെയ്യുന്നത്. മാക്സിമം റേഞ്ച് 255 ആൻഡ് CV2.adaptive threshold ഗോസിയൻ സി എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത റേഞ്ച് അല്ലാണ്ട് ആ ലൈറ്റ്നിങ് ചേഞ്ച് ചെയ്യണതിനനുസരിച്ചിട്ട് ആ ഒരു റേഞ്ച് അഡാപ്റ്റ് ചെയ്ത് വരണം. ദെൻ നേരത്തെ അപ്ലൈ ചെയ്ത റേഞ്ച് CV2.threshold ബൈനറി ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഇമേജ്. സോ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ അതിൽ ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഡീപ്നെസ്സും ഇതൊക്കെ കാണിക്കാനൊന്നും ഇല്ല. ഒന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. 11 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ഡെപ്ത് എത്ര വരണം എന്നുള്ളതാണ്. നമ്മൾ ബ്ലറിന് ഡെപ്ത് അപ്ഡേറ്റ് ചെയ്തായിരുന്നില്ലേ, ബ്ലർ എത്ര ഗോസിയൻ ബ്ലർ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ അതേപോലെ അതിൻ്റെ ഡീപ്നെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈറ്റിങ്ങിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ഓരോ ഫിൽറ്ററിന് ഓരോ ഡെപ്ത് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് ചെയ്യുന്നത്. ദെൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് plt.imshow അഡാപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ പ്രോസസ്സാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ദെൻ വേറെ കളേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CMap ഗ്രേയിൽ തന്നെ കൊടുത്തു. ആ ഒരു യെല്ലോ ഷെയ്ഡ്സ് ഒക്കെ വരില്ലേ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ മാപ്പ് ഗ്രേ എന്ന് മാത്രമായിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ ഷോ ചെയ്യിപ്പിക്കുന്നു. ദെൻ
ഇനി ഇതിൽ ആ ഒരു സ്മോൾ നോയ്സസ് റിമൂവ് ചെയ്യാണ്. ഇത് സെപ്പറേറ്റ് പ്രോസസ് ആയിട്ടാണ് കൊടുത്തേക്കണേ. പക്ഷേ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ഒരു 1 by 1 നമുക്ക് ഏതാണോ യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. ദെൻ ബ്ലർ, സ്മോൾ നോയ്സസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലർ അപ്ലൈ ചെയ്യാണ്. ഓപ്പൺ സിവിൽ ചെയ്ത് തന്നെയാണ്. ബ്ലർ ഈക്വൽ ടു CV2 ഡോട്ട് ഗോസിയൻ ബ്ലർ ഗ്രേ. 5 അത് ഗ്രേന്ന് കൺവേർട്ട് ചെയ്തിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ, അവിടെ അതിൽ ഡിറ്റക്ട് ചെയ്യുക, എഡ്ജസ്റ്റ് ഡിറ്റക്ട് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ടെക്സ്റ്റും ആ ഒരു നമ്പേഴ്സും ഒക്കെയാണ് ഫോക്കസ്. അപ്പം നമുക്ക് ഇതിപ്പോൾ റീഡബിൾ അല്ലേ, നമ്മുടെ ആ നോർമൽ ഇമേജിനെക്കാട്ടിലും റോയൽ 60 എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ റീഡബിൾ അല്ലേ. അപ്പം അങ്ങനെ ടെക്സ്റ്റ് OCR അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്സ് വരുന്നത്. ഇവിടെ ഈ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് ഗ്രേ അല്ല ബ്ലർ യൂസ് ചെയ്യണതും ആദ്യം ബ്ലർ യൂസ് ചെയ്യണതും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ഇതിൽ നോയ്സ് റിമൂവ് ചെയ്യാന്നുള്ളൂ, അത് വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇതിലിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു നോയ്സ് റിമൂവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഒറിജിനൽ ഇമേജിൽ നിന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ നോയ്സസ് റിമൂവ് ചെയ്യണം. ബ്ലർ ചെയ്തിട്ട് പിന്നെയും ഈ ഒരു ഇതൊക്കെ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഷാർപ്പനാക്കുക ആണ് അത് ഒന്നുകൂടി. ഇപ്പം നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സ് മാത്രമേ ചെയ്യുള്ളൂ. ഇതിൽ നമ്മളെപ്പോൾ ഈ ഒരു ബ്ലർ അപ്ലൈ ചെയ്താലും അതിലുള്ള നോയ്സ് റിമൂവ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. കുഴപ്പമില്ല, നേരത്തെ ചെയ്താലും. പക്ഷെ ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫോക്കസ് ആകെ ആ ഒരു എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുക, അതെന്താണെന്ന് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് എടുക്കുക, ബോക്സ് ചെയ്യുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു ടൈപ്പിലാണ് പ്രോസസ് ചെയ്തായിരുന്നത്. ഇവിടെ ഫോക്കസ് ടെക്സ്റ്റ് വരിക എന്നുണ്ടെങ്കിൽ അതെടുക്കണം, അല്ലെങ്കിൽ നമ്പേഴ്സ് വരിക എന്നുണ്ടെങ്കിൽ അതെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്സ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ CV2 ഡോട്ട് ഗോസിയൻ ബ്ലർ, സെയിം ബ്ലറാണ് അപ്ലൈ ചെയ്യുന്നത് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജിൽ. ദെൻ 5/5 കേർണലാണ്. ഇത് ടോട്ടലി ആ ഒരു ഇമേജിൽ പ്രോസസ്സ് ചെയ്യില്ല, ഒരു 5/5 കേർണലായിട്ടാണ് സ്ട്രൈഡ് ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഓരോ ഏരിയയ്ക്കും അതിൻ്റെ പൂളിങ് കിട്ടും. ദെൻ 0 അതിൻ്റെ ഡെപ്ത് ആണ് കൊടുക്കുന്നത്. ഒരുപാട് ബ്ലർ അപ്ലൈ ചെയ്യുന്നില്ല, 0 എന്നുള്ള ഇതിലാണ് ഡെപ്ത് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇമേജ് ഷോ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു, ബ്ലർ കളർ മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട്. ദെൻ ആക്സിസ് ഓഫ് PLT ഡോട്ട് ഷോ. സോ ആ ഒരു ഇമേജ് ലൈറ്റ്ലി ഒന്ന് ബ്ലറായ, പക്ഷേ ഒരുപാട് ഡെപ്ത് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു നോയ്സ് റിമൂവ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം. ആൻഡ് ഹെവി ബ്ലർ ആക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ഡെപ്ത് അപ്ലൈ ചെയ്ത എന്താ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ ആവില്ല. ഈ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയ അല്ലേ, ഇപ്പോൾ നമ്മൾ ബ്ലറാക്കി എന്താ ഉണ്ടാവുക, അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ പോലെ 1 or 2 ഒക്കെ ഡെപ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഡെപ്ത് കൊടുക്കണില്ല, പക്ഷെ നമുക്ക് നോയ്സ് റിമൂവ് ചെയ്യും വേണം. അപ്പോൾ ആ ഒരു കേസിലാണ് ഡെപ്ത് അധികം കൊടുക്കാണ്ട് 0 എന്നൊക്കെ ഇട്ടിട്ട് ഈ കേർണൽസ് സ്ട്രൈഡ് വെച്ചിട്ട് 0 എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, OCR. ഇനി നമ്മൾ ആ കേർണലിലേക്ക് കുറച്ചുകൂടി അത് ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ട് ഒരു NP.RA എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാണ്. അതായത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് ഒരു ഇമേജിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുത്താനുള്ളത് ഒരു മെട്രിക്സ് ആയിട്ട് എടുത്തിട്ട് ഒറിജിനൽ മെട്രിക്സിനെ റിപ്ലേസ് ചെയ്യുകയാണ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലോട്ട് അപ്ലൈ ചെയ്യുക, അഡീഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത്. സോ സെയിം പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. കേർണൽ ഈക്വൽ ടു നമ്മൾ എത്ര വെച്ചിട്ട് എടുത്തായിരുന്നത്, 5/5 ആണ് എടുത്തായിരുന്നത്. സോ 25 പിക്സൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിൽ കേർണൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്, അത് ഓരോന്നിലുമായിട്ട് അപ്ലൈ ചെയ്യും. 5/5 എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനിലുമായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. 25 ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് ഇപ്പുറത്ത് അപ്ലൈ ചെയ്യുക 25. ഓക്കെ, സോ
സോ കേണൽ എന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റ് ചെയ്തു np.array അതിൻ്റെ വാല്യൂസ് ആണ് ഈ ഷാർപ്പൻ ആക്കാനുള്ള വാല്യൂസ് ആണിത്. അതായത് നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്താണോ അതിൻ്റെ കൂടെ ഈ വാല്യൂസ് ആഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ നിന്ന് ഇതിലേക്ക് ചേഞ്ച് ആവും. ഇപ്പോൾ ഒരു ഫിൽറ്ററിന്ന് ഒരു ഒറിജിനൽ ഇമേജിൽ നിന്ന് ഫിൽറ്റർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിൻ്റെ വാല്യൂസ് ഒറിജിനൽ ഇമേജിൻ്റെ മെട്രിക്സും കൂടിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെയാണ് ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായില്ല. കേണല് 5/5 എടുത്ത് ഇപ്പൊ 5/5 എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ എത്ര വാല്യൂസ് ഉണ്ട്? ഇതിലിപ്പോ 9 വാല്യൂസ് ഉണ്ട്. സോ കേണലിന്റെ ടോട്ടൽ വാല്യൂസിലും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ട്രൈഡ് ഇല്ല നമ്മൾ. സോ അടുത്തതിലും ഈ ഒരു വാല്യൂസ് തന്നെയാണ് അപ്ലൈ ചെയ്യുക. അടുത്ത സെക്ഷൻ എടുത്ത് ഇപ്പോൾ എനിക്കൊരു കേണലുള്ളത് 0 0 0. അടുത്ത ഒരെണ്ണം 1, 2, 3 2, 0, 3. ഇങ്ങനെയാണ് എൻ്റെ ഒറിജിനൽ വാല്യൂസ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ട ഫിൽറ്ററിൻ്റെ വാല്യൂസ് കാണിക്കുക. ഇത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്ലസ് ആണ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ ഈ മൂന്നാമത്തെ മെട്രിക്സ് എന്ത് വരും? 0 + 0 വെറും മെട്രിക്സ് അഡീഷൻ ഇല്ലേ? അഡീഷൻ. അപ്പോൾ 0 + 0 എന്ന് പറയുമ്പോൾ 0 ആണ് വരുന്നത്. ദെൻ 0യും -1 -1 ആൻഡ് 0 + 0 അഗെയിൻ 0. താഴത്തെ എന്താ വരിക? 1ഉം -1ഉം 0 വരും. ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂസാണ് ഈ ഒരു ഇത് വരുന്നത്. 1ഉം -1ഉം 0. ദെൻ 2ഉം 5ഉം -3. 2 + 5 ആണ് 7. ഇല്ലേ, പ്ലസ് ആണ് മൈനസ് ആണ്. 3ഉം -1ഉം അപ്പോൾ ഈ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഇതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് ഒറിജിനൽ ആ ഒരു ഇമേജിൻ്റെ വാല്യൂസ്, ഇത് ഫിൽറ്ററിൻ്റെ വാല്യൂസ്. സോ ഈ ഫിൽറ്റർ ഒറിജിനലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസാണ് ഇവിടെ വരിക. ഓക്കെ. ദെൻ ഇതിൽ ചെയ്യുന്നത് CV2 ഷാർപ്പ് = CV2.filter2D. ഈ ഫിൽറ്റർ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. എവിടേക്കാണ്? ഒറിജിനൽ ഇമേജിലോട്ട്. ദെൻ -1 എല്ലാ ചാനലിലോട്ടും അത് അപ്ലൈ ചെയ്യണം. അതിനാണ് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് ചാനലില്ലേ. സോ -1 കൊടുക്കുമ്പോൾ 1/1 ആയിട്ട് അതിൽ ഓരോന്നിലും അപ്ലൈ ചെയ്യണം. സോ 3ലും അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. ദെൻ അതിൻ്റെ കേണലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂസ് എടുത്തിട്ടുണ്ട്, എത്ര പിക്സൽസ് ഉണ്ടോ ഇത്രയായിട്ട് ഇത് സ്ട്രൈഡ് ചെയ്ത് പോകും. നമ്മൾ കൺവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കേണലിന് യൂസ് ചെയ്യുമ്പോൾ അത് സ്ട്രൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. സ്ട്രൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പിക്സൽസ് ആക്കിയിട്ട് സെലക്ട് ചെയ്യും ഒരു സെറ്റ് ഓഫ് പിക്സൽസ്. ഇപ്പോൾ ഇതിൽ 9 എണ്ണമാണുള്ളത്. അപ്പോൾ അടുത്ത 9 എണ്ണത്തിലേക്ക് പോകും, അവിടെ ഇത് അപ്ലൈ ചെയ്യുക. അടുത്ത 9 എണ്ണത്തിലേക്ക് പോകും, അവിടെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് പോവുക. ഓക്കെ. ഇവിടെ കേണൽ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ കേണൽ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് ഈ ഒറിജിനൽ. അത് നേരത്തെ ആയിരുന്നു. ഇത് ബ്ലർ ചെയ്യാനുള്ള കേണൽസ് ആയിരുന്നു. ഇത് സെപ്പറേറ്റ് ആണ്. ആ സോ ആ 3/3 പാസ് ചെയ്ത് പോയാൽ മതി. അത് ബ്ലർ ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ആയിരുന്നു. ദെൻ ഓരോന്നിലും അപ്ലൈ ചെയ്യും. എന്നിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ടോട്ടലി ഈ ഒരു പാർട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. സോ നേരത്തെ ആ ഒരു കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യത്തെ ഇമേജ് നോക്കുക. ആദ്യത്തെ ഇമേജ് ഇതായിരുന്നു, ഇമേജ് ഷോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമേജ് ആയിരുന്നു. സോ അത് ഷാർപ്പൻ ചെയ്ത് വരുമ്പോൾ ആ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ വരണേ കുറച്ചുകൂടി ഷാർപ്പനായിട്ടുള്ള ഒരു ഇമേജസ്
അവിടെ കിട്ടും. plt.imshow cvt.convertColor. നമ്മൾ ഇത് മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു BGR to RGB എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ ഈ മെട്രിക്സ് വെച്ചിട്ട്, അപ്പൊ ഈ മെട്രിക്സ് ആണ് കൊടുക്കണ്ടോ നമുക്ക് മനസ്സിലാവും. നമ്മൾ നോർമലി കൊടുക്കണ ഒരു 3x3 5x5 ഒക്കെ കൊടുക്കുള്ളൂ. അതെല്ലാം ചോദിച്ചു, ഈ വാല്യൂസ് ആണ് ചോദിച്ചത്. ഈ -1 5 -1 അതെങ്ങനെയാണ് ഇതിപ്പോ അത് സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഒരു വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഷാർപ്നെസ് വരും എന്നുള്ള റേഞ്ചിൽ. കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ആ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്ത ഇമേജ് processed.jpg എന്ന് പറഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്തിട്ടില്ലേ, ഈ ഇമേജാണ് processed.jpg എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്യുന്നത്. സേവ് പ്രോസസ്ഡ് ഇമേജ് cv2.imwrite processed.jpg ആൻഡ് ഷാർപ്പ് അപ്ലൈ ചെയ്തിട്ട് അത് ചെയ്യും. ഷാർപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താ, ഇവിടെ ആ ഒരു ഇമേജിലേക്ക് എല്ലാ ചാനൽസിലും കേർണൽസിലും അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. സോ cv2.imwrite processed.jpg ഷാർപ്പ്. സോ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് ഇവിടെ ട്രൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് റീഡർ ഈക്വൽ ടു ECOCR ആദ്യം ഇമ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഒരു ECOCR എന്നുള്ളത് കോൾ ചെയ്യാന്ന്. ECOCR.reader ഇത് റീഡ് ചെയ്യണം. ആൻഡ് ലാംഗ്വേജ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫോർമാറ്റിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എത്ര ലാംഗ്വേജ് ഉണ്ടെന്ന് അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം OCRൽ. ദെൻ എഗെയിൻ ആ ഒരു OCR റൺ ചെയ്യിക്കുകയാണ്. റിസൾട്ട് ഈക്വൽ ടു റീഡർ.റീഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് ഇതിൽ. ECOCRൽ റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇവിടേക്ക് ലോഡ് ചെയ്യിച്ചിട്ടുണ്ട്, റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലേക്ക്. ദെൻ റീഡർ, ആ ഒരു റീഡ് ടെക്സ്റ്റ് ഏതെന്നാണ് റീഡ് ചെയ്യിക്കേണ്ടത്, പ്രോസസ്ഡ് JPG എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റ്. പിൻ മെമ്മറി ആർഗ്യുമെന്റ് ഇത് വാണിംഗ് വരുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ GPU അല്ല, MPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു ഇത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അങ്ങനെ വരില്ല. വാണിംഗ് കുഴപ്പമില്ല. ദെൻ പ്രിൻ്റ് റോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നമ്പേഴ്സൊക്കെ ഡിറ്റക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിങ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫൈൻഡിങ്സ് വരിക. അതിൻ്റെ എന്താണ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നത്, റോയൽസ് എന്നാണ്. അത് ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇത്ര കോൺഫിഡൻ്റ് ആണെന്നുള്ള രീതിക്ക് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും, ചിലപ്പോൾ ചെറുതായിട്ട് ചേഞ്ച് വരികയൊക്കെ ചെയ്യാം. ദെൻ അണ്ടർസ്റ്റാൻഡ് വൺ ഡിറ്റക്ഷൻ ഫസ്റ്റ് ഈക്വൽ ടു റിസൾട്ട് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് റിസൾട്ട്. സോ അതിൽ ഈ np.int32 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ, അത് ആക്ച്വലി അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് നമ്പറുടെ ഫോർമാറ്റിലേക്ക്. ദെൻ അതിലുള്ള വേർഡ്സ് കൊണ്ടൊക്കെയാണ് വരിക. ദെൻ ബോക്സിൻ്റെ ഫസ്റ്റ് 0 ടെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഫസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട്. ദെൻ കോൺഫിഡൻസ് ഫസ്റ്റ് ഓഫ് 2. ഇതിലുള്ള ഓരോ സെക്ഷൻസ് ആയിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ് വേർഡ്സ്. സോ അതിൽ റോയൽസ് എന്നാണ് ഉണ്ടായിരുന്നത്, എന്താ വായിക്കുക. ഓക്കെ, അത് റീഡ് ചെയ്തേക്കണത് RC ഓയിൽ കൈൻഡ് ഓഫ് സംതിങ് ആണ്, നോക്കട്ടെ. ഓക്കെ, RCYALE എന്നാണ് ഡിറ്റക്ട് ചെയ്തേക്കണത്. ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അത് കുറച്ചുകൂടി പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് വരും. ചിലതിൽ കറക്റ്റ് എല്ലാം ഡിറ്റക്ട് ചെയ്യും, ചിലതിൽ ഇങ്ങനെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. കൺഫ്യൂസ്ഡ് ആകുമ്പോൾ കോൺഫിഡൻസിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യും. സോ ഈ ഒരു ഡിറ്റക്ഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഓരോ np.int എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്തേക്കണം. ഓക്കെ, എവിടെയൊക്കെ ആ നമ്പേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഡിറ്റക്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഹൈ കോൺഫിഡൻസ് ഉള്ള വേർഡ്സ് ആണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുക. സോ കോൺഫിഡൻസ് ഓരോന്നിൻ്റെയും അതിൻ്റെ ബോക്സിങ് ചെയ്യാം. ബോക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് 0, ടെക്സ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട്
ഇതിൽ കളക്ട് ചെയ്ത ആ ഒരു വേർഡ്സും ഇതൊക്കെയാണ് നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ആ ഓരോ വേർഡും പ്രിൻറ്റ് ചെയ്യിക്കുക. പ്രിൻറ്റ് എവറി ഡിറ്റക്റ്റഡ് വേർഡ് ഫോർ ഐറ്റം ഇൻ റിസൾട്ട്. റിസൾട്ടിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഫോർ ഐ ഇൻ റിസൾട്ട് അല്ലെങ്കിൽ ഐറ്റം ഇൻ റിസൾട്ടും ഈക്വൽ ആണ്. ഫോർ ഐറ്റം ഇൻ റിസൾട്ട് പ്രിൻറ്റ് ഐറ്റം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ടെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇതിലായിരിക്കും. അതുകൊണ്ട് RC16 ഈ ഒരു RCYL എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റും കൂടി അവിടെ വരണം. ഇനി നമ്മൾ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് OCR ഔട്ട്പുട്ട് ആൻഡ് വിഷ്വലൈസിങ് റിസൾട്ട്. പ്രിൻറ്റ് എവറി ഡിറ്റക്ഷൻ, പ്രിൻറ്റ് ഓൺലി ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ്. സോ ഇതിൽ ആ ഒരു ടെക്സ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് again ഒന്ന് കൊടുത്തത്. ദെൻ പ്രിൻറ്റ് കോൺഫിഡൻസ് സ്കോർ. ഇപ്പോൾ ഇതിന് എത്ര കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ ഡിറ്റക്ട് ചെയ്തത്. സോ അതിൽ ഓരോന്നിനും എത്ര കോൺഫിഡൻസ് ഉണ്ട്. ആദ്യത്തെ 22, രണ്ടാമത്തെ 95, 16 എന്നുള്ളത് ആ ഒരു വേർഡ് ഉണ്ടായിരുന്നു, വേർഡല്ല നമ്പർ ഉണ്ടായിരുന്നില്ലേ, ഈ ഒരു നമ്പർ അതും എവിടെയെങ്കിലും ഒരു RC എന്ന് പറഞ്ഞിട്ടുള്ളതും കൂടി ഉണ്ടാവും. സോ അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത് പറയുന്നത്. പിന്നെ 16 എന്നുള്ളത് 95% കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ഇത് O എന്നുള്ളത് ആ ഒരു ഇത് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നത്തെ ഇവിടെ ഒരു കേളി ബ്രാസ് ആയിട്ടും മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി പറയാം കുറച്ചുകൂടി. റോയൽസ് 16 എവിടെയെങ്കിലും ഒരു RC എന്നുള്ള പാർട്ടും കൂടി ഉണ്ടാവും. എന്താ ക്യാപ്പിലില്ലേ, ആ ഒരു RC എന്നുള്ള പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസും ഇതും കൂടിയാണ് ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബോക്സ് ചെയ്തിട്ട് അതിൻ്റെ കോൺഫിഡൻസ് ആണ് എടുക്കുക. സോ അതിൻ്റെ കോൺഫിഡൻസ് സ്കോർ എടുത്തു. ചിലതിൽ ഹൈ ആണ്, ചിലതിൽ ലോ ആണ്. ഇമ്പോർട്ടൻറ്റ് നിയർ 1.0 ആണെന്നുണ്ടെങ്കിൽ വെരി കോൺഫിഡൻ്റ് ആണ്. നിയർ 0.5 ആണെന്നുണ്ടെങ്കിൽ ലെസ് കോൺഫിഡൻറ്റ്. ഇപ്പോൾ 50-50 ചാൻസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നിയർ 0.5 വരുമ്പോൾ വരുന്നത്. സോ ഇത് രണ്ടും ലോ ആണ് കോൺഫിഡൻസ്. ആ 60 എന്നുള്ളത് 0.95 ആണ് കോൺഫിഡൻസ്. സോ അത് നിയർലി 1 ആണ്, അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഹൈ ആണ്. പ്രിൻറ്റ് ടെക്സ്റ്റ് വിത്ത് കോൺഫിഡൻസ് RC അത് കീയും വാല്യൂം പോലെ അങ്ങനെ പ്രിൻറ്റ് ചെയ്യിച്ചു എന്നുള്ളൂ. ടെക്സ്റ്റ് ഓഫ് ഐറ്റം ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ വാല്യൂ ഉണ്ടാവും. ദെൻ കോൺഫിഡൻസ് ഐറ്റം ഓഫ് 2. അപ്പോൾ നമുക്ക് ആ കീ വാല്യൂ പോലെ ആയിരിക്കും കൊടുത്തേക്കണേ. അപ്പോൾ അതിന്ന് F ഓഫ് ടെക്സ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യിച്ചു. ദെൻ ഗെറ്റ് ബൗണ്ടിങ് ബോക്സ് ഫോർ ഐറ്റം ഇൻ റിസൾട്ട് ബോക്സ് ഈക്വൽ ടു ഐറ്റം ഓഫ് 0. ഐറ്റം ഓഫ് 0 ഏതാ, ആ ഒരു ടെക്സ്റ്റിൻ്റെ ഇതിനാണ് ഐറ്റം ഓഫ് 0 എന്ന് പറയുന്നത്. സോ അതിൻ്റെ പൊസിഷൻസ് np.int32 272 എന്ന് പറഞ്ഞിട്ടുള്ള മേ ബി പിക്സലിൻ്റെ ഇതായിരിക്കും തോന്നുന്നു. int32 അങ്ങനെ ഒരു വാല്യൂസ് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി അതിൻ്റെ പൊസിഷൻസ് ആണ്. നമ്മൾ XY എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ലേ, XY WH എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻസ് ആയിരിക്കും എടുക്കുന്നത് പിക്സൽസിൽ. ദെൻ അവിടെ ബൗണ്ടിങ് ബോക്സസ് ഇടുകയാണ്. നമ്മൾ ബോക്സ് ക്രിയേറ്റ് ചെയ്തായിരുന്നില്ല എന്നല്ലേ, അതേപോലെ ഇവിടെയും ഒരു CVT യൂസ് ചെയ്തിട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാണ് ഫോർ ഐറ്റം ഇൻ റിസൾട്ട്. ഐറ്റം ഇൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കീയും വരുന്നുണ്ട്, വാല്യൂസും വരുന്നുണ്ട്. കീ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ്, അടുത്ത അതിൻ്റെ കോൺഫിഡൻസ്. ദെൻ ഐറ്റം ഇൻ റിസൾട്ടിൽ ഇത് രണ്ടും ഉണ്ട്. ബോക്സ് ഈക്വൽ ടു ഐറ്റം ഓഫ് 0 ടെക്സ്റ്റിനെയാണ് ആക്സസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലാണ് ആ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോപ്പ് ലെഫ്റ്റ് ടപ്പിൾ മാപ്പ് ഓഫ് ഇൻഡ് ബോക്സ് ഓഫ് 0. അതിൽ ആ ഒരു പൊസിഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, മാപ്പ് ചെയ്യുന്നത്. ഓരോന്നിനെയും അതിൻ്റെ യുണീക്കായിട്ടുള്ള ആ ഒരു മാപ്പിങ്സിലോട്ട് കൊണ്ടുവരണം. ബോക്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഓരോ ടെക്സ്റ്റും ഇതിലേക്ക് മാപ്പ് ചെയ്യണം. ദെൻ ബോട്ടം റൈറ്റ് ടപ്പിൾ മാപ്പ് ഇൻഡ് ബോക്സ് 2 എന്ന് പറഞ്ഞിട്ട് CV2 ഡോട്ട് റെക്റ്റാങ്കിൾ എവിടെ പാസ് ചെയ്യണ്ടേ, റെക്റ്റാങ്കിൾ എവിടെ പാസ് ചെയ്യണ്ടേ, ഇമേജിൽ ടോപ്പ് ലെഫ്റ്റും ബോട്ടം റൈറ്റും ആയിട്ട്. ഈ പൊസിഷൻ മാപ്പ് ചെയ്തതിലാണ് എവിടെയാണെന്നുള്ളത് ബോക്സ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ദെൻ 0 255 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറാണ് റെഡ് ഗ്രീന് ബ്ലൂ. അതിൽ ഗ്രീന് മാത്രമാണ് 255 കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്.
ദെൻ PLT ഡോട്ട് ഫിഗർ ഫിക്സ് സൈസ് 12:8 സൈസ് സെറ്റ് ചെയ്തു. എഗെയിൻ മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യണം നമുക്ക്. RGB ആയിരുന്നു, അപ്പം BGR to RGB എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യണം. CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ഡ്രോസ് എ റെക്റ്റാങ്കിൾ അറൗണ്ട് ഈച്ച് ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ്. ഓരോ ഡിറ്റക്റ്റഡ് ടെക്സ്റ്റിൻ്റെ അവിടെയും ഒരു റെക്റ്റാങ്കിൾ ബിൽഡ് ചെയ്യും. സോ ഇത് കോൺഫിഡൻസ് കുറവായതുകൊണ്ടാണ് ഇതിൽ വരുന്നത് ആ ഒരു മിസ്ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു കറക്റ്റ് വരാത്തത് അതിൻ്റെ കോൺഫിഡൻസിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. ചിലതിൽ അങ്ങനെയും വരാം മിസ്ക്ലാസിഫിക്കേഷൻസ് വരുമ്പോൾ. ഇതിൽ റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷേ അത് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. സോ ഡിസ്പ്ലേ ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ് ഇമേജ് ഈക്വൽ ടു CV2 ഡോട്ട് IM റീഡ്. ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്ഡ് ഡോട്ട് JPG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് സേവ് ചെയ്തേക്കണേ. ഫോർ ഐറ്റം ഇൻ റിസൾട്ട് ബോക്സ് ഈക്വൽ ടു ഐറ്റം ഓഫ് 0, ടെക്സ്റ്റ് ഈക്വൽ ടു ഐറ്റം ഓഫ് 1. ഇതിൽ ബോക്സ് എന്നുള്ളത് ഐറ്റം ഓഫ് 0 ആയിട്ടാണ് ഇപ്പോൾ എടുത്തേക്കണേ, ടെക്സ്റ്റ് എന്നുള്ളത് ഐറ്റം ഓഫ് 1. ദെൻ അതിൻ്റെ പൊസിഷൻസ് ആക്സസ് ചെയ്യാണ്. ആ നേരത്തെ മാപ്പ് ചെയ്ത പൊസിഷൻസ് 0, 2 എന്ന് പറഞ്ഞിട്ട് ബോട്ടം റൈറ്റിൽ ബോക്സ് 2 എന്ന് പറഞ്ഞിട്ട് 0, 1, 2 ഇതിന് എത്ര ബോക്സ് ഉണ്ടോ അതിനെയാണ് ഈ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ട്. ഇതിപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2. ഓക്കെ, അങ്ങനെയാണ് കൊടുത്തേക്കണേ. എന്നിട്ട് അതിന്ന് എഗെയിൻ ആ ഒരു ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കളർ കൊടുത്തു. ദെൻ പുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇമേജും ടെക്സ്റ്റും. ഇതിൽ നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മാച്ച് ചെയ്ത ടെക്സ്റ്റും അതിൻ്റെ കൂടെ ഏത് പൊസിഷനിലാണ് ഈ ഒരു ടെക്സ്റ്റ് പുട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതിൻ്റെ കൂടെ പുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പാസ് ചെയ്യണം CV2 എന്ന്. സോ ഇമേജിൽ ചെയ്യുക. എന്താ പാസ് ചെയ്യേണ്ടത്? ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. ദെൻ ടോപ്പ് ലെഫ്റ്റ് ഓഫ് 0, ടോപ്പ് ലെഫ്റ്റ് ഓഫ് 1 -10 പൊസിഷനാണ് പറയുന്നത് അതിൻ്റെ. ദെൻ CV2 ഡോട്ട് ഫോണ്ട് ഹേർഷ്ലി സിംപ്ലക്സ്. ഇത് നമ്മൾ ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യില്ലേ, അതേപോലെ ഫോണ്ട് ഹേർഷ്ലി സിംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ദെൻ 0.8 സൈസാണ് പറയുന്നത്. ദെൻ അതിൻ്റെ കളറ് 255 ബ്ലൂ BGR ഫോർമാറ്റാണ്. അപ്പോൾ CV2 എടുത്തുകൊണ്ട് BGR ഫോർമാറ്റാണ്. അപ്പോൾ B എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്ലൂ ആണ് ആദ്യം വരും. ദെൻ ഗ്രീന്, റെഡ്. ദെൻ അതിൻ്റെ ആ ഒരു സൈസും ഡെപ്ത്ത് ഉണ്ടാവുമല്ലോ, അതാണ് 2 എന്ന് പറഞ്ഞിട്ട്. വിഡ്ത്ത് കൺട്രോൾ ചെയ്യുന്ന ഇതുണ്ടാവും അത്. ദെൻ സൈസ് സെറ്റ് ചെയ്യുന്നു. ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എഗൈൻ ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടം വരെ അത് BGRലായിരുന്നു, CV2 പ്രോസസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ RGBയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആക്സസ് ഓഫ് ചെയ്യുന്നു, PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ കോൺഫിഡൻസ് സ്കോറും കൂടി അതിൽ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ റെക്റ്റാങ്കിൾ ചെയ്തിട്ട് പുട്ട് ടെക്സ്റ്റ്, പിന്നെ നമ്മൾ എന്താണ് കോൺഫിഡൻസ് ഐറ്റം 2 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. ഐറ്റം 2 എന്ന് പറഞ്ഞിട്ട് 0, 1, 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോക്സ്, അടുത്തത് ടെക്സ്റ്റ്, അടുത്തത് കോൺഫിഡൻസ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഗ്രീൻ ബോക്സ് ഐറ്റം 0 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അടുത്ത ഇൻഡെക്സ് കൊടുക്കുന്നത് ടെക്സ്റ്റിന് ഐറ്റം 1 എന്നുള്ളത്. പിന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ആണ് ഇനി ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റും ഉണ്ട് ബോക്സും ഉണ്ട്. ഇനി കോൺഫിഡൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്, ഐറ്റം 2 എന്ന് പറഞ്ഞാൽ. ലേബൽ ഈക്വൽ ടു ടെക്സ്റ്റ് അതിൻ്റെ കോൺഫിഡൻസ്. അതിൻ്റെ പൊസിഷനാണ് എഗെയിൻ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇൻറ്റ് ബോക്സ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ആക്സസ് ചെയ്യണം. അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഓരോന്നായിട്ട് ആക്സസ് ചെയ്യാണ്. CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ഇമേജ് ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് 0 to 55 0. BGRലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ തന്നെ. ഓക്കെ, റെക്റ്റാങ്കിളിന് ഗ്രീനാണ്. ആൻഡ് പുട്ട് ടെക്സ്റ്റിൽ ഇമേജ് അതിൻ്റെ ലേബൽ എന്താ കൊടുത്തേക്കണേ? ടെക്സ്റ്റും കോൺഫിഡൻസും കൂടിയാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലേബൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൾ ചെയ്യുന്നു. അതിൻ്റെ പൊസിഷൻ എവിടേക്കാണ് കൊടുക്കേണ്ടത്. സോ ഈ ടെക്സ്റ്റിൻ്റെ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് പൊസിഷനിലാണ് വരേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തേക്കണത്.
രണ്ട് സൈഡ് ആക്സസ് ചെയ്യുമ്പോൾ എവിടേക്കാണ് വരേണ്ടത്, പിന്നെ അതിൻ്റെ ഫോണ്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. then അതിൻ്റെ 0.7 എന്ന് പറഞ്ഞിട്ട് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കളറ്, പിന്നെ അതിൻ്റെ വിഡ്ത്ത്, ദെൻ സൈസ് സെറ്റ് ചെയ്യുന്നു. പിന്നെയും ഇത് ഷോ ചെയ്യിപ്പിക്കേണ്ടപ്പോൾ RGB എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഷോ ചെയ്യിപ്പിക്കുക. കാരണം മാപ്ലോട്ലിബിൻ്റെ ഫോർമാറ്റ് RGB ആണ്, കമ്പ്യൂട്ടർ വിഷൻ്റെ ഫോർമാറ്റ് PGR ആണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ ഷോ ചെയ്യിപ്പിക്കണം എപ്പോഴും. ദെൻ plt.show എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ചെയ്തു. ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ബോക്സ് ചെയ്തു, ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്തു, അതിൻ്റെ കോൺഫിഡൻസ് പ്രിൻ്റ് ചെയ്തു. അത് സേവ് ചെയ്യാണ് cv2.imwrite ocr result.jpg എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യണം. സോ ocr result.jpg ഇവിടെ കണ്ടോ. ഓക്കെ, ആൻഡ് ocr result.jpg ഇമേജ്, ആ ഇമേജിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ocr result.jpg എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ആ ക്രിയേറ്റ് ചെയ്ത ഇമേജാണ് ഇവിടെ വരിക. സോ അത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മളതിന് ഈ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ഓരോന്നായിട്ട്. ഇപ്പോൾ നമ്മളത് റൺ ചെയ്യിപ്പിച്ചു, അതൊന്ന് ആ ടെക്സ്റ്റുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് 3 ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 10 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സിങ് 10 വരെയും വരും. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ഒരു empty ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐറ്റം ഇൻ റിസൾട്ടിൽ എന്തൊക്കെയുള്ളത്, അതിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നേരത്തെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. സോ ടെക്സ്റ്റ് ഡോട്ട് അതല്ലേ ഈ നമ്മളിപ്പോൾ 3 ടെക്സ്റ്റ് എടുത്തതിൽ ഇപ്പോൾ RC കറക്റ്റാണ്, 60 കറക്റ്റാണ്, റോയലിൻ്റെ ഓലല്ല C ആണ് വന്നേക്കണത്. അപ്പോൾ അത് കോൺഫിഡൻസ് കൂട്ടാനായിട്ടാണ് ഒരു ഇതിപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്തത് ആ ഒരു രീതിക്ക് തന്നെയാവും. ഇതിലിപ്പോൾ ഫുള്ളി അങ്ങനെ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്തു. ചിലതിൽ അങ്ങനെ ചേഞ്ചസ് വരാം. സോ അത് കോൺഫിഡൻസ് ഇത്ര ഉണ്ടെന്ന് കാണിക്കുമ്പോൾ മാനുവലി നമ്മൾ ചെക്ക് ചെയ്യണം എന്നും കൂടിയാണ് മെയിൻ. ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ മെത്തേഡ്സ് ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ കറൻ്റ്ലി അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ നോക്കും. ഇമ്പ്രൂവ് ആ കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ വേറെ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കും ഒന്നുകൂടി. സോ അതിൽ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐറ്റം ഇൻ റിസൾട്ട് ടെക്സ്റ്റ് ഡോട്ട് append item of 1, then print ടെക്സ്റ്റ്. അതിൽ ആ ഒരു വാല്യൂസ് ഉണ്ടാവും, കീസ് ഉണ്ടാവും. കീസും അതിൻ്റെ കോൺഫിഡൻസും ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്തു. ദെൻ RC60 RCL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിൽ അത് പ്രിൻറ്റ് ചെയ്ത് തന്നു ഓരോ ടെക്സ്റ്റും. ദെൻ കൺവേർട്ട് ലിസ്റ്റ് ടു സെൻറ്റൻസ്. ഇതിൽ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ഈക്വൽ ടു ആ ഒരു empty സ്പേസ് ഡോട്ട് ജോയിൻ ടെക്സ്റ്റ്സ് വെച്ചിട്ട് പ്രിൻറ്റ് സെൻറ്റൻസ്. സോ അത് ആ ഡെലിമിറ്റർ ചേഞ്ച് ചെയ്തിട്ട് empty സ്പേസസ് വെച്ചിട്ട് അത് പ്രിൻറ്റ് ചെയ്തു. സേവ് ടെക്സ്റ്റ് as CSV എന്ന് പറഞ്ഞിട്ട്. സോ DF ഈക്വൽ ടു PD ഡോട്ട് ഡാറ്റ ഫ്രെയിം ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് DF ഒരു CSV ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ്. കോമ സെപ്പറേറ്റഡ് വാല്യൂ ആയിട്ട് OCR ഔട്ട്പുട്ട് CSV എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഡിറ്റക്റ്റഡ് ടെക്സ്റ്റ് RC60 RCL എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു. ദെൻ ഇൻഡെക്സ് ഈക്വൽ ടു ഫാൾസ്. അവിടെ ഇൻഡെക്സ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇൻഡെക്സ് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റ് ചെയ്തത്. ദെൻ പ്രിൻറ്റ് DF. ഇത് തന്നെയാണ് അവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നേക്കണേ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി പ്രിൻറ്റ് ചെയ്യിക്കണം. അതായത് അതിൻ്റെ കോൺഫിഡൻസും കൂടി ആഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യിക്കുകയാണ് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട്. സോ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐറ്റം ആൻഡ് റിസൾട്ടിൽ ആ ഒരു ടെക്സ്റ്റും ഉണ്ടാവും, അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും. സോ ഐറ്റം ആൻഡ് റിസൾട്ട് ഓരോന്ന് സെലക്ട് ചെയ്യുക. ഡാറ്റ ഡോട്ട് append ടെക്സ്റ്റ് ഐറ്റം ഓഫ് 1ലാണ്
ആ ഒരു ടെക്സ്റ്റ് ഉള്ളത്. ഐറ്റം ഓഫ് 2ലാണ് കോൺഫിഡൻസ് ഉള്ളത്. ഓക്കെ, ഡി എഫ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ അതിനെ ഡാറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡി എഫ് ടു സി എസ് വി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിൽ OCR റിസൾട്ട്സ് ഡോട്ട് സി എസ് വി ഇവിടെ അതിൻ്റെ കോൺഫിഡൻസ് ടെക്സ്റ്റും കോൺഫിഡൻസും ആയിട്ട് വരുന്നത്. സോ ഈ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ദെൻ പ്രിന്റ് ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ദെൻ ഇനി ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഒരു ഇമേജ് എടുത്തിട്ട് മാത്രമാണ് ചെയ്തത്, സ്റ്റിൽ അത് റണ്ണിങ് ആണ്. ഡിപ്പെൻസ് GPUം സംഭവങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ആ CPU-ലായിരിക്കും റൺ ചെയ്യുന്നത്. GPU ഇല്ല, ഒരു MPS എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ്, അത് കണക്ട് ചെയ്തിട്ടില്ല ഞാൻ. സോ നിങ്ങളുടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് ഉണ്ടാവും, കണക്റ്റിംഗ് CPU. എത്ര വരിക? ഇഫ് CUDA is available, use system as GPU എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോഡുണ്ട്, അത് മാത്രം കൊടുത്താൽ മതി. പിന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കോഡൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കമ്പ്യൂട്ടർ വിഷൻ്റെ കോഡാണ്, ഇത്രയും വരില്ല. ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതിൽ ചില സിസ്റ്റത്തിൽ ഈ ഇൻഡെക്സിങ് വെച്ചിട്ടായിരിക്കും. ഇൻഡെക്സിങ് മീൻസ് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് CPU ചിലപ്പോൾ 0-ലാവും, GPU 1-ലാവും. പിന്നെ വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം സെപ്പറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂറൽ നെറ്റിൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ NPU എന്ന് പറയും. ആ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 അങ്ങനെ ആയിരിക്കും സെപ്പറേറ്റ് ചെയ്ത് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഡിപ്പെൻസ് ഓൺ സിസ്റ്റമാണ്, ഓരോ ലാപ്ടോപ്പിനനുസരിച്ചിട്ട് ചേഞ്ച് ആവും. അല്ലാന്നുണ്ടെങ്കിൽ CUDA ഡിറ്റക്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൊടുത്തിട്ട് ഇഫ് CUDA ഈസ് അവൈലബിൾ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിൽ അത് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ എടുക്കുക. ഇഫ് CUDA ഈസ് അവൈലബിൾ പ്രിന്റ് CUDA ഈസ് അവൈലബിൾ, പ്രിന്റ് CUDA ഈസ് നോട്ട് അവൈലബിൾ. എൻ്റെ ആ ഒരു സിസ്റ്റം അല്ല. ദെൻ CPI ആൾസോ അലൗസ് ടു വെരിഫൈ CUDA അവൈലബിലിറ്റി. CP എന്ന് പറഞ്ഞിട്ട് ഈ QPy എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. CP.CUDA റൺ ടൈം ഗെറ്റ് വേർഷൻ നോട്ട് ഈക്വൽ ടു 0 പ്രിന്റ് CUDA ഈസ് അവൈലബിൾ യൂസിങ് CUDA വിത്ത് Python. സോ നമ്പർ CUDA സോ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. CUDA ടു ഡിവൈസ് ഓഫ് X എന്നാണ്. ഡിവൈസിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡിവൈസ് എന്നുള്ളതിലാണ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, CPU ആണോ GPU ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ദെൻ CPU for GPU ഓപ്പറേഷൻസ് ഈസ് സിമിലർ ടു NumPy. ഇത് സെയിം ഓപ്പറേഷൻസ് ചെയ്യാനുള്ളതാണ്. GPU അഡീഷനായിട്ട് കൊടുത്തിട്ട് ചില ഓപ്പറേഷൻസ് ചെയ്യാനാണ് QPy എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി യൂസ് ചെയ്യുക. ഇനി ഇത് ബാച്ച് പ്രോസസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്ത ഒരു ഫോർമാറ്റ് തന്നെയാണ് കുറേയൊക്കെ. റീഡർ ഈക്വൽ ടു ECOCR ഡോട്ട് റീഡർ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോൾഡർ പാത്ത് സെറ്റ് ചെയ്ത് ഇമേജ് ഫോൾഡർ, ട്രെയിൻ വാലിഡ് ഇമേജസ്, ട്രെയിൻ ഇമേജ്. ദെൻ ഇമേജ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് നെയിം വരുന്നത്, ട്രെയിൻ വാലിഡ് ഇമേജസിൽ വരുന്ന നെയിംസ് ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോ നെയിംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ദെൻ എത്ര ഇമേജസ്, ഇപ്പോൾ ഇതിൽ 25,000 ഇമേജസ് ഉണ്ട്. ലെങ്ത് ഓഫ് ഇമേജസ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് അതെടുക്കുന്നത്. സോ ടോട്ടൽ 25,000 ഇമേജസ് ഉണ്ട്. ഇത് ടോട്ടലി കണക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ 25,000 എണ്ണം റൺ ആക്കണം. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്.
ഇതിങ്ങനെ റാൻഡമായിട്ട് റൺ ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകും. ഇതാണോ ചാർജ് പെട്ടെന്ന് ഇറങ്ങും, കാരണം അത്രയും പ്രോസസ്സിങ് വരികയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. ദെൻ പ്രോസസ്സ് എവറി ഞാൻ വരുമ്പോൾ എത്ര 70 സംതിങ് എന്തോ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇറങ്ങും. ദെൻ പ്രോസസ്സ് എവറി ഇമേജ് 25,000 ഇമേജസും പ്രോസസ് ചെയ്യണം. ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് പ്രിൻറ്റ് ഫയൽ. ദെൻ റീഡ് എവറി ഇമേജ്, ഈ ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യണം. ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് പാത്ത് OS പാത്ത് ഡോട്ട് ജോയിൻ ഇമേജ് ഫോൾഡർ. നമ്മൾ ഓപ്പൺ സി വിയിൽ ആ ഒരു പാത്ത് കണക്ട് ചെയ്തില്ലേ, സെയിം ഇതിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുക. ഫയൽ ഇമേജ് ഈക്വൽ ടു CV2 ഡോട്ട് IMRead, അതിൻ്റെ പാത്ത്. ദെൻ പ്രിൻറ്റ് ഇമേജ് ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ ഷേപ്പ് പ്രിൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്യിച്ചപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ഷേപ്പ് ആയിരുന്നില്ലേ, അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യിക്കുക. പ്രിൻറ്റ് ചെയ്യിച്ചിട്ട് അതിൽ ബ്രോക്കൺ ഇമേജസ് റിമൂവ് ചെയ്യുക. അതിൽ നല്ല ഇമേജസ് മാത്രം എടുത്താൽ മതി. ലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഇമേജസ് അങ്ങനെ എടുക്കുന്നില്ല. ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് ആ ഒരു ഫോൾഡറിൽ ചെക്ക് ചെയ്യുക, ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇമേജ് ഈക്വൽ ടു CV2 ഡോട്ട് IMRead പാത്ത്. ഇഫ് ഇമേജ് ഈസ് നൺ, അങ്ങനെ ഒരു ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, പൈത്തണിൽ പാസ് കണ്ടിന്യൂ ഒക്കെ പഠിച്ചിട്ടില്ലേ, അടുത്തതിലേക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക, കണ്ടിന്യൂ അങ്ങനെ അടുത്തതിലേക്ക് പോകാന്നുള്ളൂ. ദെൻ പ്രിൻറ്റ് ഫയൽ ലോഡർ എന്ന് പറഞ്ഞിട്ട് 25,000 എണ്ണം 34 മിനിറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് പാത്ത് OS ഡോട്ട് പാത്ത് ജോയിൻ ഇമേജ് ഫോൾഡർ ഫയൽ ജോയിൻ ചെയ്തിട്ട് ഇമേജ് ഫോൾഡറിൽ ആ ഫയൽ ഉണ്ടോ ചെക്ക് ചെയ്യുക. റിസൾട്ടിൽ എന്താ ഉണ്ടായിരുന്നത്, അതിൻ്റെ ടെക്സ്റ്റും അതിൻ്റെ കോൺഫിഡൻസും. സോ റീഡർ, റീഡ് ടെക്സ്റ്റ്, അതിൻ്റെ പാത്ത്, പ്രിൻറ്റ് ഫയൽ, ആ ഫയൽ പ്രിൻറ്റ് ചെയ്യുക. ദെൻ പ്രിൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഫയൽ എത്ര എണ്ണമായി. സോ ഇത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരുപാട്. ഈ പിൻ മെമ്മറിയുടെ ഇഷ്യൂ വരുന്നത് എൻ്റെ IMPS എന്നുള്ള സിസ്റ്റം കണക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് വാണിംഗ് വരില്ല, കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കണക്ട് ചെയ്യാനുള്ള കോഡ് അയച്ചു തരാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ നല്ല ടൈം എടുക്കും. പിന്നെ ചാർജ് നല്ല ഇറങ്ങും ഇത് റൺ ചെയ്യിക്കുമ്പോൾ ഒക്കെ. ഇതും യോളോ ഒക്കെ റൺ ചെയ്തിട്ട് നല്ലോണം ചാർജ് ഇറങ്ങും. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷോയുള്ളൂ. ഞാൻ ജസ്റ്റ് കോഡ് പറഞ്ഞുതരാം, നോക്കിയാൽ മതി. ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് പാത്ത് ആദ്യം സെറ്റ് ചെയ്യുന്നു. ഫയൽ റിസൾട്ടും അതിൻ്റെ റീഡർ ഡോട്ട് റീഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് റീഡ് ചെയ്യുന്നു ആ പാത്തുനിന്ന്. ദെൻ പ്രിൻറ്റ് ഫയൽ, നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ച ഫയൽ ഉണ്ടാവില്ലേ, ഫയൽ എന്ന് പറയുമ്പോൾ അതിൽ ടെക്സ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും. ദെൻ ഐറ്റം ഇൻ റിസൾട്ട് പ്രിൻറ്റ് ഐറ്റം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട്. ഐറ്റം ഓഫ് 1 ഏതായിരുന്നു, അതിൻ്റെ ടെക്സ്റ്റ് ആയിരുന്നു. ടെക്സ്റ്റ് ആണ് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ്, കോൺഫിഡൻസ്, എന്തോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു 3 ബോക്സ്, ടെക്സ്റ്റ്, കോൺഫിഡൻസ്, ഇതാണ് വന്നായിരുന്നത്. 0 എന്ന് പറയുന്ന ബോക്സ് ആയിരുന്നു, പിന്നെ വന്നത് ടെക്സ്റ്റ്, അടുത്ത കോൺഫിഡൻസ്. സോ ആ ഇൻഡെക്സ് വെച്ചിട്ട് അങ്ങനെ ആക്സസ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഓരോ ഫയലിൻ്റെയും ഇതായിട്ട് സെറ്റ് ചെയ്ത പോലെ ഇവിടെ റിസൾട്ടായിട്ട് സ്റ്റോർ ചെയ്യിക്കുന്നതെന്നേ ഉള്ളൂ. ഫോർ ഫയലിംഗ് ഇമേജ് ഫയൽസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. പാത്ത് OS ഡോട്ട് ജോയിൻ ഇമേജ് ഫോൾഡർ, അതിൻ്റെ ഫയൽ റിസൾട്ട്, അതൊന്ന് റീഡ് ടെക്സ്റ്റ് ചെയ്യുക. റീഡർ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഈ COCR എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് എടുത്തിട്ട് റീഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ റീഡ് ടെക്സ്റ്റ് ഈ പാത്തെന്ന് അതിൽ ലോഡ് ചെയ്തെടുക്കുക. ദെൻ ഫോർ ഐറ്റം ഇൻ റിസൾട്ട് ഡാറ്റ ഡോട്ട് അപ്പൻഡ് ഇമേജ് ഫയൽ ഏതാണോ അതാണ് ഇമേജ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ടെക്സ്റ്റ് അതിൻ്റെ item 1 ആയിട്ട്, കോൺഫിഡൻസ് item 2 ആയിട്ട്. ഓക്കെ, നമ്മളിവിടെ റീഡ് ചെയ്യിപ്പിച്ചില്ലേ OCR റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്, ഇതേപോലെ ഓരോ ഇമേജിൻ്റെയും ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് ലോഡ് ചെയ്യിക്കണം. ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, PD ഡോട്ട് ഡാറ്റ ഫ്രെയിം ഓഫ് ഡാറ്റ പ്രിൻറ്റ് DF ഓഫ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്താലേ കിട്ടുള്ളൂ. ദെൻ DF ടു CSV ബാച്ച് OCR ഡോട്ട് CSV, ബാച്ച് OCR എന്ന് പറഞ്ഞിട്ട്
ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇൻഡെക്സ് ഫാൾസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ അതിൽ വേർഡ്സ് കൗണ്ട് ചെയ്യുക, എത്ര വേർഡ്സ് ഉണ്ട് എന്നുള്ളത്. കൗണ്ട് കൊടുക്കണമെങ്കിൽ ലെങ്ത് ഓഫ് DF കൊടുത്താൽ പോരെ. ഇപ്പോൾ 25,000 ഉണ്ട് എന്നുണ്ടെങ്കിൽ 25,000 എന്ന് പറഞ്ഞിട്ട് വേർഡ്സ് എത്ര ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഇപ്പം 3 ഉണ്ടായിരുന്നത് ആ ഒരു ഇമേജിൽ. അപ്പോൾ 25,000 ഇമേജസിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൗണ്ട് ചെയ്യും. ദെൻ ആവറേജ് കോൺഫിഡൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്, ആ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത്. ദെൻ സേവ് അനോട്ടേറ്റഡ് ഇമേജ് ഔട്ട്പുട്ട് ഫോൾഡർ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. OS മേക്ക് ഡയറക്ടറി. OS മേക്ക് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യില്ലേ, അതാണ് OS.make ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഫോൾഡർ ദെൻ എക്സിസ്റ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യണ്ട, അല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. കാരണം മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഫോൾഡർ ഉണ്ടെങ്കിൽ പിന്നെയും ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ, ആ ഫയൽസ് റിപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് എക്സിസ്റ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ ആ ഒരു ബൗണ്ടിങ് ബോക്സസ് സെയിം കോഡ് തന്നെയാണ്. ആ ഒരു പൊസിഷൻ ഡിറ്റക്ട് ചെയ്യുന്നു, അതിൽ ആ ഒരു റെക്റ്റാങ്കിൾ ഫില്ല് ചെയ്യുന്നു. പുട്ട് ടെക്സ്റ്റ് ഇമേജ് അതിൻ്റെ ടെക്സ്റ്റ് ആൻഡ് ടോപ്പ് ലെഫ്റ്റ് അതിൻ്റെ ഫോണ്ട് കോൺഫിഡൻസ് ദെൻ 25500 കളറ് അതിൻ്റെ ഡെപ്ത്ത്. പിന്നെ ഈ ഒരു സേവ് പാത്ത് ഇത് കഴിഞ്ഞിട്ടില്ല. സോ റണ്ണായി വരുമ്പോൾ ഇത്രയാണ് വരുന്നത്. സോ ECOCR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെയും OCR ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അത് ഡോക്യുമെൻറ്റേഷൻ നോക്കട്ടെ. യോളോൻ്റെ ആണ് നോക്കട്ടെ. ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതാണ് ഈ അൾട്രാലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് അടുത്ത എടുക്കാനുള്ളത്. റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല. ഞാൻ അത് അപ്ലോഡ് ചെയ്തിടാം, മറ്റേ കോഡ് അയച്ചിടാം. ഇതൊന്ന് റൺ ചെയ്തിട്ട് വന്നാൽ മതി. ഉച്ച കഴിഞ്ഞിട്ട് നോക്കട്ടെ, ഞാൻ പറയാം എപ്പോഴാണ്